എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK ബഡ്ജറ്റ് വീട്, ഇത് നല്ല ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് എൻ്റെ ബാക്കി കാണുന്ന ഈ ഒരു വീട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിന്നും പുളിയറക്കോണം കാവുൻപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 28 വീടുകൾ ചേർന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഏകദേശപ്പെട്ട വീടെല്ലാം സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിലും ആൾതാമസവും വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ വരെ പോകാൻ വേണ്ടി ഏകദേശം 12 കിലോമീറ്ററിൻ്റെ അകത്ത് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ 15 കിലോമീറ്ററിൻ്റെ അകത്താണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 3700 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1600 സ്ക്വയർ ഫീറ്റിൽ 3 വലിയ ബെഡ്റൂമും 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ് വരുന്നത്. മുറ്റത്ത് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർപോർ ചേരി വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട് ചെയ്യുന്ന ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീടിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. വീട് ലാൻഡ് ചെയ്യുന്ന നല്ല നിരന്ന ഫ്ലോട്ടിലാണ് വീടിരിക്കുന്നത്. ഒരു വില്ല കമ്മ്യൂണിറ്റി, 28 വീട് ചേർന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. വീടിൻ്റെ മുറ്റം വരെ നമുക്ക് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. റോഡിൻ്റെ വീതി വന്നിട്ട് 4 മീറ്ററാണ് റോഡിൻ്റെ വീതി വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രം നമുക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ദൂരം വരുന്നുള്ളൂ വീട്ടിലോട്ട്. വീടിൻ്റെ മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈ ക്വാളിറ്റി ഇൻ്റർലോക്കാണ് മുറ്റത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ വീട് ചെയ്തിട്ടുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ദർശനം വന്നിട്ട് വടക്ക് ദർശനമാണ് വരുന്നത്. വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 67 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. വീടിൻ്റെ മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ലൈഡിംഗ് ഗേറ്റ്, നമ്മുടെ നോർമൽ ഹോൾഡിംഗ് ഗേറ്റുമാണ് ഇവിടെ വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ഇട്ടാണ് വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ക്വാളിറ്റിയോ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തണമെങ്കിൽ നമുക്ക് ഈ വീട് വന്ന് കാണുമ്പോഴേ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്താൻ പറ്റും. വില്ലയ്ക്ക് നമുക്ക് വീട് സ്റ്റാർട്ട് ചെയ്യുന്ന 60 ലക്ഷം മുതലാണ് വീട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 60 ലക്ഷത്തിനുണ്ട്, 65 ലക്ഷത്തിനുണ്ട്, 75 ലക്ഷത്തിനുണ്ട്. ഇങ്ങനെ പല ബഡ്ജറ്റിനും വീട് വരുന്നുണ്ട്. വേൾഡ് ഹൗസ് എന്ന് പറഞ്ഞ വില്ല പ്രോജക്റ്റിൽ ഹോം ലോൺ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് കസ്റ്റമറിൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ട് മാക്സിമം 7 ദിവസത്തിനകത്ത് നമ്മൾ ഹോം ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വീട് വന്ന് കണ്ടിട്ട് എഞ്ചിനീയറെയോ വാസ്തുക്കാരെയോ ആരെ വേണോ കൊണ്ടുവന്ന് നോക്കിയിട്ട് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം വീട് വാങ്ങിയാൽ മതി. മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ ലോണും ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ഒരു വീട് കാണാൻ വരുന്നവർക്ക് ഈ വീടല്ലാതെ ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് വരുന്ന വേറെയും പല വീടുകളുണ്ട്. എല്ലാം നമ്മൾ കാണിച്ചിരുന്നതാണ് വില്ല പ്രോജക്റ്റിൽ. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിന് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അകത്ത് വീട് വേണമെന്നുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീടിൻ്റെ മുറ്റത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഫ്രണ്ട് വുഡെല്ലാം വന്നിട്ട് നമുക്ക് തേക്കാണ്, ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാളും ഡൈനിങ് സെക്ഷൻ ഏരിയ നമുക്ക് സെപ്പറേറ്റഡ് ആണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും, മൊത്തം നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. നമുക്കൊരു അഡീഷണൽ ബെഡ്റൂം എടുക്കുന്ന സ്ഥലം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് 4 ബെഡ്റൂം ആക്കാൻ പറ്റും ഈ വീട്ടിൽ. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. സീലിംഗ് വർക്ക് ഹാളിലും ഡൈനിങ് സെക്ഷനിലും നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഫാനുകൾ വരുന്നുണ്ട്. അകത്തെ കളറുകളെല്ലാം വന്നിട്ട് ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ വാഷ് ബേസ് കൗണ്ടറൊക്കെ നമുക്ക് നല്ല പ്രീമിയം ലുക്കിലാണ് നമുക്ക് ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ. വലിയൊരു ഡൈനിങ് ടേബിൾ വരെ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ് വരുന്നത്. ഹാളിൽ നിന്ന് ഡൈനിങ് സെക്ഷനിലോട്ട് വരുന്നിട്ട് നമ്മുടെ ഒരു പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. കബോർഡ് വർക്കിൽ പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. ബോർഡെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സെക്ഷൻ്റെ സെൻറ്റർ ചോയിൽ നമുക്ക് വലിയൊരു ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. ഫ്ലോർ ടൈൽ വന്നിട്ട് 4x2 വെട്രിഫൈഡ് ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിലോട്ട് വരുന്നിടത്ത് നമുക്ക് ചെറിയൊരു കബോർഡ് വർക്ക് ചെയ്ത് പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഫ്ലോർ ടൈൽ വന്നിട്ട് 4x2 നല്ല ഗ്രിപ്പുള്ള മാറ്റ് ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. 4 ചുറ്റും നമുക്ക് വാൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. വയറിങ്ങിന് ഉപയോഗിക്കുന്ന വി ഗാർഡാണ്. സ്വിച്ച് എല്ലാം വന്നിട്ട് ഹൈഫൈയുടെ സ്വിച്ചാണ് വരുന്നത്. കിച്ചണിലെ ഫിറ്റിങ്സ് ആയിരുന്നാലും എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. കിച്ചണിൽ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ ഹോബും വരുന്നുണ്ട്. കിച്ചണിൽ ഗ്യാസ് സ്റ്റവ് നമുക്ക് കിഴക്ക് ദർശനത്തിനാണ്. നമുക്ക് അടുപ്പ് കത്തിക്കാനുള്ള രീതിയിലാണ് നമുക്ക് ഗ്യാസ് സ്റ്റവ് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിപ്പോൾ കട്ട് ചെയ്തിട്ട് അകത്തോട്ട് വയ്ക്കുന്നതാണെങ്കിൽ, ടേലിൻ്റെ അകത്ത് കട്ട് ചെയ്ത് വയ്ക്കുന്നതാണെങ്കിൽ ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇല്ല പുറമേ ഉള്ളതാണെങ്കിൽ നമ്മളുടെ ഹോൾ ചെയ്തിട്ടുണ്ട്. കിച്ചണിൻ്റെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഫിറ്റിങ്സ് ആണ് വരുന്നത്.
ബാക്ക് സൈഡിൽ നമുക്ക് വലിയൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. കിച്ചണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വലിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അതിലിപ്പോൾ നമുക്ക് വീട്ടിൻ്റെ പണി സാധനങ്ങൾ ഇരിക്കുകയാണ്, അതിനിപ്പോൾ തുറക്കാത്തത് ഫുൾ സ്റ്റോറേജ് ആയിരിക്കുകയാണ്. ബാക്കിലാണ് കിണർ വരുന്നത്. ബാക്കിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. ഹൗസ് സൈഡ് പെയിൻറ്റിങ് ഉണ്ട്. കിണർ പൂശിയിട്ടില്ല, കിണർ പൂശി കൊടുക്കുന്നതാണ്. അത്യാവശ്യം ചെറിയ വർക്ക് ബാക്കിൽ വരുന്നതാണ്. ബാക്കിൽ നനയിൽ വരുന്നുണ്ട്. ബാക്കിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തിരുന്ന നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലെ കളറെല്ലാം നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. നമ്മുടെ 3 ബെഡ്റൂമിലും AC പോയിന്റും 3 വാഷ്റൂമിലെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ബെഡ്റൂമിലെ കബോർഡ് വർക്ക് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. വലിയ കബോർഡ് വർക്കാണ് വരുന്നത് ബെഡ്റൂമിൽ. ഇതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വലിയ വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് ആയിരുന്നാലും സെറയാണ്, ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ടൈലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. വാഷ്റൂമിലെ ഡോറെല്ലാം നമുക്ക് നല്ല പ്രീമിയം ഡോറാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡിലിൽ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ജിയോ പൈപ്പിലാണ്. അത് മാറ്റ് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വുഡ് വന്നിട്ട് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. സ്റ്റെയർ കയറുന്നിടത്ത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡിസൈൻ വർക്കും വരുന്നുണ്ട്. പർഹോള, വലിയൊരു പർഹോള വരുന്നുണ്ട്. അതിലും ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. സ്റ്റെയർ കയറി വരുന്നിടത്ത് നമുക്ക് വലിയൊരു പർഹോള വരുന്നുണ്ട്. പകൽ നമുക്ക് അത്യാവശ്യം ലൈറ്റ് ഇട്ടില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രകാശം ലഭിക്കുന്നതാണ് പർഹോള വഴി. ഇവിടെ നമുക്ക് വലിയൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ഹാളായിരുന്നാലും വലിയ ഹാളാണ്. വലിയൊരു TV യൂണിറ്റ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് അഡീഷണൽ ഒരു ബെഡ്റൂം കൂടി ചെയ്യാൻ വേണ്ടി ഹൗസ് സൈഡ് നമുക്ക് ടെറസ്, ഓപ്പൺ ടെറസ് ഇട്ടിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ബെഡ്റൂം കൂടി ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x11 ബെഡ്റൂമിൻ്റെ സൈസ്. താഴെ കണ്ട അതേ മെത്തേഡിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെയും ഫിറ്റിങ്സിന് വരുന്ന സെറയാണ്. ഇതും വലിയ വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വലിയൊരു വാഷ്റൂമും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂം. ഇതും വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സ് വെച്ചിരിക്കുന്ന സെറയാണ്. ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാൻ പറ്റും. ഇവിടെ നമുക്ക് 2 ബാൽക്കണിയാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി. ഈ ബെഡ്റൂമിൽ നിന്ന് വരുന്ന ബാൽക്കണിയാണ് ഈ ബാൽക്കണി. ഇവിടെ അടുത്തുള്ള വില്ലയുടെ വർക്കൊക്കെ നടക്കുകയാണ്. ഇവിടെ ഉടനെ തന്നെ ഫ്രണ്ടിൽ ഒരു വീട് വരുന്നതാണ്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമ്മുടെ മെയിൻ ബാൽക്കണിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ബാൽക്കണി. ഇത് വലിയൊരു ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റാണ്. ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ബാൽക്കണിയിലെ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ജിയോ പൈപ്പിൽ പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ടെമ്പേർഡ് ഗ്ലാസും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തിട്ട് നമുക്കൊരു ഓപ്പൺ ടെറസാണ്. ഈ കാണുന്ന സ്പേസിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റഡിങ് റൂമോ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഈ സൈഡിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. ഈ ടെറസ് നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മൊത്തം 4 ബെഡ്റൂമായിട്ട് എടുക്കാൻ പറ്റും. ആ ഒരു ഓപ്പൺ സ്പേസ് അവിടെ വേണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് ഇവിടെ നമുക്ക് നേരെ ബാത്റൂം ആക്കാൻ പറ്റും. അങ്ങനെ ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ആക്കാൻ പറ്റും. ഈ വീട് വാങ്ങിയാൽ നമുക്ക് അഡീഷണൽ പിന്നെ ഒരു സമയത്ത് 4 ബെഡ്റൂം ആക്കണമെങ്കിൽ അതിനെന്തുകൊണ്ട് അനുയോജ്യമായൊരു വീടാണ് ഈ വീട്. ഹാളിൽ നിന്നും അടുത്തിട്ട് നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയറാണ്. ഇവിടെ അടുത്തുള്ള വീടിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ടെറസ്. അത്യാവശ്യം വലിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വലിയൊരു ടെറസാണ് വരുന്നത്. ടെറസിലെ ടാങ്ക് വന്നിട്ട് 1000 ലിറ്ററിൻ്റെ 2 വലിയ ടാങ്കാണ് വരുന്നത്. ഒന്ന് നമ്മുടെ കിണറിൻ്റെ കണക്ഷനും പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ലൈൻ കണക്ഷൻ്റെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനും പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വില്ലയിലെ ഏകദേശപ്പെട്ട വീടുകളെല്ലാം സോൾഡ് ആയാണ്. മിക്ക വീട്ടിൽ ആൾ താമസം വരുന്നുണ്ട്. ഈ വീടിനോട് ചേർന്നുള്ള അടുത്ത വീടിൻ്റെ വർക്ക് നടക്കുകയാണ്.
അത്യാവശ്യം നല്ലൊരു മൂവിങ് ഉള്ള ഏരിയയാണ് ഈ പുളിയറക്കോണം കാവുംപുറം എന്ന് പറയുന്ന സ്ഥലം. ടെറസിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഈ വീട് ഇരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പുളിയറക്കോണം കാവുംപുറത്താണ് വീട് വരുന്നത്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഈ വില്ലക്കകത്തുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ ആൾ താമസം വരുന്നുണ്ട്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 3,700 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1,600 സ്ക്വയർ ഫീറ്റിൽ 3 വലിയ ബെഡ്റൂമും 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചുറ്റുള്ള നല്ല നിറഞ്ഞ ഫ്ലോട്ടിലാണ് വീടിരിക്കുന്നത്. വടക്ക് ദർശനമാണ്. ഈ വില്ലയ്ക്കകത്ത് പച്ചക്കറി, ഫിഷ്, പാല് ഇതെല്ലാം തന്നെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ സർക്കാരിൻ്റെ ഹരിതസേനയിൽ നിന്ന് നമുക്ക് ആഴ്ചയിലൊരിക്കൽ ആൾ വരുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് എടുക്കാനും ആൾ വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 12 കിലോമീറ്ററിൻ്റെ അകത്താണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് വരെ പോകാൻ വേണ്ടി 15 കിലോമീറ്ററിൻ്റെ അകത്താണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് വാങ്ങാനോ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി തരംഗ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തെന്തെങ്കിലും പുതിയൊരു വില്ല പ്രോജക്റ്റുകൾ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.